ചില സമയങ്ങളിൽ ചികിത്സയ്ക്കൊപ്പം നിങ്ങൾ ആയുർവേദ ചികിത്സയോ അലോപ്പതി ചികിത്സയോ എടുക്കുന്നു എന്നതിനൊപ്പം ദിനചര്യയിൽ സോറിയാസിസ് നിർവഹിക്കുന്നത് പ്രയാസമാകാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഔഷധസസ്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ സോറിയാസിസ് ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ഫ്ലേറപ്പുകളെ കുറിക്കാനും എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് പങ്കിടുന്നത്. എല്ലാവർക്കും ഹലോ, ഞാൻ ഡോ മേഘ ചതുർവേദി, ദത്ത ഹെൽത്ത് നിന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സോറിയാസിസ് നിയന്ത്രിക്കാനും അതിന്റെ പ്രകോപനം കുറിക്കാനും നിങ്ങളുടെ ദിനചര്യയിൽ ചേർക്കാവുന്ന ചില ഔഷധസസ്യങ്ങളെ പറ്റി പങ്കുവെക്കും. ഒന്നാമത്തേത് ഫ്രഷ് ആലോവേര ജെല്ലാണ്. കറ്റാർ വാഴ ഒരു സാധാരണ ചെടിയാണ്. നിങ്ങൾക്ക് വീടുകളിലോ സൂപ്പർമാർക്കറ്റ് സ്റ്റോറിലോ കണ്ടെത്താം. അലോവേര ഇലയിൽ അടങ്ങിയിരിക്കുന്ന ജെൽ നിങ്ങളുടെ സോറിയാസിസ് പാടുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ആലോവേര ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ്. ഇത് പ്രകോപിതമായ ചർമ്മത്തെ ശാന്തപ്പെടുത്താൻ സഹായിക്കും. അതിന്റെ മോയ്സ്ചറൈസിംഗ് ഇഫക്റ്റുകൾ സോറിയാസിസിന്റെ വരൾച്ചയെയും പൊട്ടൽ നിവാരണത്തെയും ഉയർത്തി ചികിത്സയെ പ്രോത്സാഹിപ്പിച്ച് അസ്വസ്ഥത കുറയ്ക്കുന്നു. അലോവേര ജെല്ലിയിലെ പ്രകൃതിദത്ത സംയുക്തം ചൊറിച്ചിലും വീക്കവും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. സോറിയാസിസ് പാടുകളിൽ തുടർച്ചയായ കത്തിപ്പും ചൊറിച്ചിലും അനുഭവപ്പെടുന്നവർക്ക് ഈ ചികിത്സ വലിയ ആശ്വാസം നൽകുന്നു. രണ്ടാമത്തേത് ഒറിഗോൺ ഗ്രേപ്പ് ആണ്. ഇത് മുന്തിരികളെ പോലുള്ള ചെറിയ നീല പർപ്പിൾ നിറമുള്ള ബെറികളുടെ ഒരു ക്ലസ്റ്ററാണ്. ഓറിഗോൺ ഗ്രേപ്പ് മുന്തിരികളുമായി ബന്ധമില്ലെങ്കിലും സോറിയാസിസ് പാടുകളിലെ ചൊറിച്ചിൽ കുറയ്ക്കാൻ അവ നിങ്ങളെ സഹായിക്കും. ഒറിഗോൺ ഗ്രേപ്സ് ബെർബെറിൻ എന്ന കമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റിമൈക്രോബയലും സ്വഭാവങ്ങളുണ്ട്. ബെർബെറിൻ സോറിയാസിസ് ബാധിച്ച ചർമ്മത്തിലെ വീക്കവും ബാക്ടീരിയ വളർച്ചയും കുറയ്ക്കാനും സഹായിക്കുന്നു. ഒറിഗോൺ മുന്തിരി സത്തിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക്കൽ ക്രീമുകളോ തൈലങ്ങളോ വിപണിയിൽ ലഭ്യമാണ്. സോറിയാസിസിൽ ഉണ്ടാകുന്ന ചുവപ്പ് സ്കെയിലിംഗും ചൊറിച്ചിലും കുറയ്ക്കുന്നതിന് അവ സോറിയാറ്റിക് പ്ലേറ്റുകളിൽ നേരിട്ട് പ്രയോഗിക്കാവുന്നതാണ്. ഈ ചെടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഇത് ചർമ്മത്തിലെ കോശങ്ങളുടെ വ്യാപനത്തെ മന്ദഗതിയിലാക്കുന്നു. അങ്ങനെ സോറിയാസിസ് പാച്ചുകളുടെ വ്യാപനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മൂന്നാം നമ്പർ ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് സോറിയാറ്റിക് ചർമ്മ നിഖേത വീക്കം വർദ്ധിപ്പിക്കാനും ചുവപ്പും അസ്വസ്ഥതയും കുറയ്ക്കാനും സഹായിക്കും. ഇഞ്ചി തേൻ ചായ കഴിക്കുന്നത് ഈ സോറിയാസിസ് ലക്ഷണങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും നിങ്ങളുടെ സോറിയാസിസിനെ വഷളാക്കുന്ന അനിയന്ത്രിതമായ രോഗപ്രതിരോധ പ്രതിപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇഞ്ചി സത്തിൽ അല്ലെങ്കിൽ ഇഞ്ചി പുരട്ടിയ ക്രീമുകളുടെ പ്രാദേശിക പ്രയോഗം പ്രകോപിതരായ ചർമ്മത്തെ ശമിപ്പിക്കുകയും സോറിയാറ്റിക് പ്ലേറ്റുകളുടെ രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നാലാം നമ്പർ പാൽ മുൾപ്പടർപ്പു അല്ലെങ്കിൽ സഫീറാണ്. നമ്മൾ ഹിന്ദിയിൽ വിളിക്കുന്നതുപോലെ സാധാരണയായി ഈ ചെടിയുടെ വിത്തുകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഈ സസ്യത്തിൽ സിലിമറിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് സോറിയാസിസുമായി ബന്ധപ്പെട്ട വീക്കവും ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തമാണ്. പാൽ മുൾപ്പടർപ്പിന്റെ സത്തിൽ കലർന്ന ക്രീമുകളും പ്രകോപിതരായ ചർമ്മത്തെ ശമിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. ചൊറിച്ചിൽ. അവസാന നമ്പർ 5 ചമോമൈൽ പൂക്കളാണ്. ചർമ്മത്തിന് തിളക്കം ലഭിക്കാൻ പലരും ചമോമൈൽ ഫ്ലവർ ടീ ഉപയോഗിക്കുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി സുഖപ്പെടുത്തുന്ന ഗുണങ്ങൾക്ക് ഇത് അറിയപ്പെടുന്നു. ചുവപ്പ്, ചൊറിച്ചിൽ, വീക്കം എന്നിവ കുറയ്ക്കുന്നതിലൂടെ സോറിയാസിസ് കൈകാര്യം ചെയ്യുന്നതിനും ഇത് സഹായിക്കും. ഇത് ഉപയോഗിക്കുന്നതിന് 5 മുതൽ 6 വരെ കമമൈൽ പുഷ്പങ്ങൾ ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ചൂടുള്ള ചായ ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോയിൽ അത്രമാത്രം. ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആരോഗ്യകരമായ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അവ ചോദിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ ചിത്രങ്ങൾ ഞങ്ങളുമായി പങ്കിടുക. ഞങ്ങളുടെ ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച് നിങ്ങളുടെ സോറിയാസിസിനോട് വിടപറയുന്നതിന് ശരിയായ പാതയിൽ എത്തിച്ചേരുക. നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ സോറിയാസിസിനുള്ള ഏറ്റവും നല്ല ചികിത്സാ പദ്ധതി കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം. കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൂക്ഷിച്ച് സോറിയാസിസ് രഹിതരായിരിക്കുക.